ഈ രാഷ്ട്രവിരുദ്ധമായിട്ടുള്ള സമീപനങ്ങൾ ഇതിനെയൊക്കെ ഇത് പൂർണ്ണമായിട്ടും മാറ്റുന്നത് എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ എങ്കിൽ പോലും ഇതിനൊരു പ്രതിരോധം കൊടുക്കാൻ എങ്ങനെയാണ് സാധിക്കുക? തീർച്ചയായിട്ടും അത്തരമൊരു പ്രത്യാശാകരമായിട്ടുള്ള പ്രത്യാശ ഉൾക്കൊള്ളുന്ന കുറേ സംഭവങ്ങൾ കുറേ എഴുത്തുകാർ മുന്നോട്ടേക്ക് വരേണ്ടതുണ്ട്. കാരണം എഴുത്തുകാരുടെ പ്രധാനപ്പെട്ട പേടി എന്ന് പറയുന്നത് തങ്ങൾ ഈ പൊതുബോധത്തിൽ നിന്ന് ഔട്ടായി പോകും അല്ലെങ്കിൽ പുറത്തായി പോകുമെന്നുള്ള പേടിയാണുള്ളത്. ഇപ്പോൾ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അനുഭവം കൂടി ഞാൻ പറയാം. ഇത് പറയുമ്പോഴും ഞാൻ ഈ പൊതുബോധത്തെക്കുറിച്ച് എഴുതാൻ വേണ്ടി തീരുമാനിച്ച് 1-2 ലേഖനം എഴുതിയപ്പോഴും ഞാൻ 1-2 സംശയത്തിന് വേണ്ടിയിട്ട് ഈ പൊതുബോധത്തിന് പുറത്ത് കിടക്കുന്ന എഴുത്തുകാരുടെ രചനകളൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഒരു കവിയെ ഞാൻ വിളിച്ചു. അപ്പോൾ കവി വലിയ ഈ പറഞ്ഞ പ്രസിദ്ധനായ കവിയൊന്നുമല്ല, എഴുതിക്കൊണ്ടിരിക്കുന്ന കവിയാണ്, പുതിയ കവികളാണ്. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നേ കവിത ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കാരണം അതെനിക്ക് കോട്ട് ചെയ്യാൻ വേണം, അതിൻ്റെ പേര് ഒന്ന് വേണം എന്ന് പറഞ്ഞാൽ വിളിച്ചത്. ആ കവിയോട് പറഞ്ഞു, മാഷേ ഒരു കാരണവശാലും എന്നെ കോട്ട് ചെയ്യരുത്, എൻ്റെ കവിതയെക്കുറിച്ച് പരാമർശിക്കരുത്. കാരണം മാഷ് പരാമർശിച്ചു കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് ഈ വേദി കിട്ടില്ല, കവിതയെ അവതരിപ്പിക്കാനുള്ള വേദി കിട്ടില്ല, എനിക്കൊരു ആനുകാലികത്തിൽ എഴുതാൻ പറ്റില്ല, അതുകൊണ്ട് എന്നെ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. ആ എഴുത്തുകാരൻ ഒരിക്കലും ഇടതുപക്ഷത്തിൻ്റെയോ ജമാഅത്തെ ഇസ്ലാമിയുടെയോ ആളല്ല, നമുക്കറിയാം, അതിനെ പുറത്തു നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ അങ്ങനെ ഒരു എഴുത്തുകാരന് പോലും പേടിയാണ് ഈ പൊതുബോധത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അവർക്ക് നിലനിൽപ്പില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥ മാറണമെങ്കിൽ സ്വാഭാവികമായിട്ടും എഴുത്തുകാർ ധൈര്യപൂർവ്വം സത്യസന്ധമായ കാര്യം പറഞ്ഞാൽ മതി, ആരുടെയും പക്ഷം പിടിക്കേണ്ട. ഇങ്ങനൊരു പൊതുബോധമുണ്ട് എന്നും അതല്ല ശരിയെന്നും പറയാൻ ആർജവമുള്ള എഴുത്തുകാർ എന്ന് വരുന്നുവോ അന്ന് മാത്രമേ കേരളീയ സമൂഹവും കേരളീയ സാഹിത്യവുമൊക്കെ ഒരു മാറ്റത്തിന് വിധേയമാവുകയുള്ളൂ. അത് അക്കാദമിക് രംഗത്താണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. നമുക്കറിയാം, ഈ സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരുപാട് ആഖ്യാനങ്ങളുണ്ടല്ലോ. ആഖ്യാനങ്ങളുടെ ഇര കൂടിയാണ് ഞാൻ, അത് പിന്നീട് നമുക്ക് പറയാം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൂടി നമ്മൾ മാറ്റം വരുത്തിയാൽ മാത്രമേ, എനിക്ക് തോന്നുന്നു കുറച്ച് പ്രതീക്ഷയ്ക്ക് വകയുള്ള കുറേ ആൾക്കാർ കടന്നു വരുന്നുണ്ട്. അവർക്ക് പേടിയില്ല, അവർക്ക് ധൈര്യത്തോടു കൂടി സംസാരിക്കാൻ പറ്റും. പദവിയും അതുപോലെ തന്നെ പണവും അങ്ങനെയുള്ള അവാർഡ് ഇതൊന്നും ആഗ്രഹിക്കാതെ മുന്നോട്ട് വരുന്ന എഴുത്തുകാർക്ക് മാത്രമേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ ആഗ്രഹിച്ചു പോയി കഴിഞ്ഞാൽ പിന്നീട് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവർ ഈ പൊതുബോധത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് അണികളുടെ കൂടെ പോവുക എന്നല്ലാതെ അവർക്ക് സ്വന്തമായ ശബ്ദം, വേറിട്ട ശബ്ദം കേൾപ്പിക്കാൻ അവർക്ക് കഴിയില്ല, ഉറപ്പാണ്. കാരണം നാളിതുവരെയുള്ള 90-ക്ക് ശേഷമുള്ള നമ്മുടെ കവിതകൾ ആലോചിച്ച് നോക്കുക, എത്ര പേർക്ക് സ്വന്തമായ ശബ്ദം കേൾപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇല്ല, കഴിഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് എഴുതിയിട്ടുണ്ട്, ഒരുപാട് വിമർശനമുണ്ടായിട്ടുണ്ട്. എല്ലാം ഒരേ അച്ചില വാർത്ത കവിതകൾ, വേറിട്ട ശബ്ദം കേൾപ്പിക്കാൻ പറ്റാതെ വൈലോപ്പിള്ളി പറഞ്ഞതുപോലെ എൻ്റെ ഒച്ച വേറിട്ട് കേട്ടുപോകുമെന്ന് പറയാൻ, അത് കേൾക്കാൻ പറ്റുന്ന ഒരു കവിയും ഈ 90-ക്ക് ശേഷം ഉണ്ടായിട്ടില്ല. ഇതാണ് അതിൻ്റെ വാസ്തവം. പലരും ഇപ്പോൾ ദളിത് കവികൾ എന്ന് പറഞ്ഞിട്ടൊക്കെ വിടുന്നുണ്ട്. അവരുടെ ആ ഉള്ളടക്കം ദളിത് കവിത ഉള്ളടക്കം മാറ്റി നിർത്തിയാൽ ആ കവിതയ്ക്ക് എന്ത് അസ്തിത്വമാണുള്ളത്? ഇതൊരു പ്രശ്നമാണ്. ഇത് കൃത്യമായിട്ടും എസ് ജോസഫ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എസ് ജോസഫ് ഒരു ദളിത് കവിയാന്ന് പറഞ്ഞിട്ടാണ് രംഗത്ത് വന്നത്. നമുക്ക് ആ ഒരു വിഷയം അറിയാമല്ലോ. താൻ ദളിത് കവിയാണ്, താൻ ദളിത് കവിതയാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്ന ഒരു കവിയാണ് എസ് ജോസഫ്. പക്ഷെ അദ്ദേഹം അത്യാവശ്യം കവിതയൊക്കെ എഴുതിയിട്ട് മാതൃഭൂമിയിലൊക്കെ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ട് അല്പം പ്രശസ്തനായപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ദളിതനുമല്ല, എൻ്റെ കവിത ദളിത് കവിതയുമല്ല എന്ന് പറയേണ്ടി വന്നു. കാരണം എന്താണ്? കാരണം താൻ മരിക്കുന്നവരെ ദളിത് കവിയായിട്ട് മാറും. ഒരു സാധാരണ കവി എന്ന രീതിയിൽ അദ്ദേഹത്തിന് പേരിടം കിട്ടില്ല. അദ്ദേഹം എത്ര നല്ല കവിത എഴുതിയാലും അദ്ദേഹത്തെ കാണുന്നത് ഒരു ദളിത് കവിയായിട്ടാണ്. ഈ ഒരു ട്രാപ്പ് അദ്ദേഹം മനസ്സിലാക്കി പറഞ്ഞു, ഞാൻ ദളിത് കവിയല്ല എന്ന് പറയേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെയൊരു ഈ ഉള്ളടക്കത്തിൻ്റെയും ഈ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെയും ഭാഗമായിട്ടുള്ള ഒരു കവി അറിയപ്പെടേണ്ടത്, കവിക്ക് ആദ്യം വേണ്ടത് സ്വന്തമായിട്ടുള്ള ഭാഷയാണ്, പിന്നെ ഭാവനയാണ്. ഇത് രണ്ടുമില്ലാതെ നിങ്ങൾ ഏത് പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് എഴുതിയാലും അത് കുറച്ച് കാലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കവിയെ. ഒരുപാട് ഉദാഹരണം നമ്മുടെ കയ്യിലുണ്ടല്ലോ. അതുപോലുള്ള ഒരുപാട് 1 കോടി കവികളുടെ കൂട്ടത്തിൽ ഒരു കവിയായിട്ട് മാറും. സ്വന്തമായിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ഈ പൊതുബോധത്തെ മറികടക്കണം. അതിന് ഒരു ആർജവം ആവശ്യമാണ്, ഒരു വിഷൻ ഉണ്ടായിരിക്കണം, പുതിയ ഭാഷയുണ്ടായിരിക്കണം, ഒരു അന്വേഷണ ബുദ്ധി ഉണ്ടായിരിക്കണം, ഭാവന കൃത്യമായി ഉണ്ടായിരിക്കണം. ഇതുണ്ടെങ്കിൽ മാത്രമേ എഴുത്തുകാരനാകാൻ കഴിയുള്ളൂ. ഇതില്ലാതെ നിങ്ങൾ ഏത് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രസ്ഥാനമായിട്ട് നിങ്ങൾ കവിത ചെയ്ത് കഴിഞ്ഞാൽ അത് തീർന്നോടുകൂടി തീർന്നു. അത്രയേ ഉള്ളൂ. എത്രയോ എഴുത്തുകാർ നമുക്കറിയാം. ഇപ്പോൾ നമ്മുടെ പുകാസയുടെ എഴുത്തുകാർ ഒരുപാടുണ്ടല്ലോ നമുക്ക്. ഇവരൊക്കെ ഈ ആരെ ഉറക്കുന്നത്?
ഒരു കാലത്ത് ഈ പറയുന്ന ഒരുപാട് ആൾക്കൂട്ടം ഉണ്ടായിരിക്കാം, അവരെ കേൾക്കാൻ ആൾക്കാരുണ്ടായിരിക്കാം, പ്രസംഗത്തിന് വേദി കിട്ടുമായിരിക്കാം. പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ആരാണ് ഉറക്കുന്നത്? ഇതിനെക്കുറിച്ച് കെ.പി. അയ്യപ്പൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു നർമ്മമുണ്ട്, തമാശയുണ്ട്. അപ്പോൾ കെ.പി. അയ്യപ്പൻ അറിയാലോ, പുകാസയുടെ നേരെ വിരുദ്ധമായി ചിന്തിക്കുകയും അവർക്കെതിരായിട്ട് പല അഭിപ്രായം പറയുകയും ചെയ്ത ആളാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഒരിക്കലും ഒരു അഭിമുഖത്തെ ചോദിച്ചു, ഈ പുകാസയിലെ എഴുത്തുകാരൊക്കെ പ്രസംഗിക്കുമ്പോൾ ഒരുപാട് ആൾക്കൂട്ടം കാണുന്നുണ്ടല്ലോ, അപ്പോൾ അവരുടെ സ്വീകാര്യതയല്ലേ ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ അപ്പം പറഞ്ഞ മറുപടി, ഒരാൾ ഒരു തെരുവിൽ വെച്ച് ബോധം കെട്ട് വീഴുമ്പോൾ എല്ലാവരും അടുത്തുകൂടും. അതുകൊണ്ട് ബോധക്കേടിൽ വിശ്വാസം കൊണ്ടല്ല വീഴുന്നത്, ഒരാൾക്ക് അപകടം സംഭവിച്ചു, ഇത്രയേ കാണണ്ടു എന്ന് അപ്പം പറഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, എഴുത്തുകാരുടെ സ്ഥിതി ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി എഴുതാൻ ശ്രമിച്ചാൽ ആ പ്രസ്ഥാനം മാത്രമേ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, വായനക്കാരുണ്ടാവില്ല. ഇതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് എനിക്ക് പുതിയ എഴുത്തുകാരോട് പറയാനുള്ളത്, നിങ്ങൾ ഏത് പ്രസ്ഥാനത്തെയും കൂടെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക, സ്വന്തമായിട്ട് നിങ്ങൾ ഭാഷയുണ്ടാക്കും, പുതിയ ഭാഷയുണ്ടാക്കും. അതിനൊരുപാട് അന്വേഷണം ആവശ്യമാണ്. പക്ഷെ അതിനുള്ള ഒരു ധൈര്യവും അതിനുള്ള ഒരു പ്രയത്നവും നിങ്ങളുടെ ഭാഗത്തുണ്ടാകണം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ നടന്നു പോകുന്നതിൻ്റെ കൂടെ ഒരാൾ കൂടെ എന്നുള്ള രീതിയിൽ അത്രയുള്ളൂ. ഒരുപാട് പേർ പാടുന്നു, കൂടുതൽ പാടുന്നു, സ്വന്തമായ ശബ്ദം കളിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്.